മമ്മൂട്ടി ഒരു വർഗീയവാദിയാണോ? മട്ടാഞ്ചേരി മാഫിയയുടെ തലതൊട്ടപ്പൻ മമ്മൂട്ടിയാണോ? മലയാള സിനിമയിൽ ഒരു പുതിയ വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മൂക്ക ഒരു വർഗീയവാദിയാണോ? മമ്മൂട്ടി ഒരു ഹിന്ദു വിരോധിയാണോ? മട്ടാഞ്ചേരി മാഫിയയുടെ തലതൊട്ടപ്പൻ മമ്മൂട്ടിയാണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. മലയാള സിനിമയിൽ വീണ്ടും ഒരു വിവാദമുണ്ടായിരിക്കുകയാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിവാദം സോഷ്യൽ മീഡിയകളിൽ കത്തിപ്പടരുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള നടനാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാറായിട്ടുള്ള മമ്മൂട്ടി. അരനൂറ്റാണ്ടായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി മലയാളികളുടെ എല്ലാം അഭിമാനമാണെന്ന് തന്നെ പറയാം. എന്നാൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഒരു വിവാദത്തിൽ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ഒരു ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണെന്നാണ് പറയുന്നത്. പുഴു എന്ന സിനിമയും മമ്മൂട്ടിയും ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. നടൻ മമ്മൂട്ടിയും മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണെന്ന് സിനിമാ രംഗത്തുള്ള ആൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായിക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദാണ് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന സിനിമയായിരുന്നു പുഴു. അത്തരമൊരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചത് തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. അഭിനയിക്കുക മാത്രമല്ല, അത്തരമൊരു സിനിമ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുകയും ബിനാമി പേരിൽ സിനിമ നിർമ്മിക്കുകയും ചെയ്തത് മമ്മൂട്ടിയാണെന്നാണ് സംവിധായകയുടെ ഭർത്താവ് പറയുന്നത്. റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു. എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് ആയിരുന്നു ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത്. കൊച്ചിയിലേക്ക് താമസം മാറണമെന്നും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ തന്നെ ഉണ്ട എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയും ആയിരുന്നുവെന്നാണ് മുഹമ്മദ് ഷർഷാദ് വ്യക്തമാക്കുന്നത്. നടി പാർവതി തിരുവോത്ത് നായികയായ ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു റത്തീന. ഇതിനുശേഷമാണ് പുഴു എന്ന സിനിമ റത്തീന സംവിധാനം ചെയ്യുന്നത്. ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്ന അർഷാദിനൊപ്പം ഷറഫു, സുഹാസ് എന്നീ വ്യക്തികളും കൂടി ചേർന്നാണ് മമ്മൂട്ടിയുടെ പ്രത്യേക താൽപര്യപ്രകാരം പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത്. ഹൈന്ദവ വിരുദ്ധത കാണിക്കാൻ ഒരു സ്ത്രീ സംവിധായകയെ മുൻനിർത്തി ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ചിത്രം യഥാർത്ഥത്തിൽ മെഗാസ്റ്റാറിന്റെ താൽപര്യം കൂടി കൊണ്ട് ചെയ്തതാണെന്ന വെളിപ്പെടുത്തൽ സിനിമാ രംഗത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. താനൊരു മുസ്ലിം ആയതുകൊണ്ട് കൊച്ചിയിൽ താമസിക്കാൻ വീട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇരവാദം ഇറക്കി സിനിമയുടെ പ്രമോഷൻ ചെയ്യാൻ നോക്കിയ ആളാണ് സംവിധായിക റത്തീന. മതതീവ്രവാദവും നികുതി വെട്ടിപ്പും ലഹരിയും ഗുണ്ടായുസവും നിയന്ത്രിക്കുന്ന മലയാള സിനിമാ ലോകത്തെക്കുറിച്ച് വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പിന്നിലാരെന്ന് വ്യക്തമാക്കാതെ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു വാർത്തകളിലധികവും വന്നിരുന്നത്. മട്ടാഞ്ചേരി മാഫിയ എന്നായിരുന്നു സംഘത്തിന് നൽകിയിരുന്ന വിളിപ്പേര്. പലരെയും പ്രതിക്കൂട്ടിലാക്കി വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തലിൽ നടൻ മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണെന്ന തരത്തിൽ വരുന്ന വാർത്തകളിൽ മലയാള സിനിമ ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാല്, പൃഥ്വിരാജ്, ടോവിനോ തോമസ് തുടങ്ങിയ എല്ലാ നടന്മാരെയും വളർത്തിയത് മലയാളത്തിലെ സിനിമ ആരാധകരാണ്. ഇതിൽ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആരാധന കൊണ്ടോ അവരുടെ പിന്തുണ കൊണ്ടോ മാത്രമല്ല ഇവരാരും വലിയ താരങ്ങളായത്. മലയാളത്തിലെ ഏതൊരു സിനിമാ നടനാണെങ്കിലും ഏതൊരു സിനിമാ പ്രവർത്തകനാണെങ്കിലും അവർ ഒരു പ്രത്യേക ജാതിയെയോ മതത്തെയോ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മമ്മൂട്ടി എന്ന മഹാനടൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മലയാള സിനിമ ആരാധകരോട് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാപ്പ് പറയുക തന്നെ വേണം. അതല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ആരോപണം മലയാള സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. സിനിമാ രംഗത്തുള്ളവർക്കും അന്വേഷണ ഏജൻസികൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. മമ്മൂട്ടിക്കെതിരായ ആരോപണം തെറ്റാണെങ്കിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നൽകണം. മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. മമ്മൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.